ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് AB ഇലക്ട്രോണിക്സിൻ്റെ ഒരു സബ്ബൂഫർ ഫിൽറ്ററാണ്. ഈ ഒരു സബ്ബൂഫർ ഫിൽറ്ററിൻ്റെ പ്രത്യേകത നല്ല ലോ ബാസ്, നല്ല രീതിയിൽ ലോ ഫ്രീക്വൻസി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ഓഡിയോ ഔട്ട്പുട്ട് അല്ലെങ്കിൽ സബ്ബൂഫറിൽ നിന്നും ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു ഫിൽറ്റർ നമ്മളെ സഹായിക്കും. NE5532 ഓപ്പാമ്പ് IC 2 വച്ചിട്ടാണ് ഈ ഒരു സബ്ബൂഫർ ഫിൽറ്റർ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. കൂടാതെ 15-0-15 റെഗുലേറ്റഡ് പവർ സപ്ലൈ നമുക്ക് ഈ ഒരു സബ്ബൂഫർ ഫിൽറ്ററിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 12-0-12 നമുക്കിതിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. എന്നാലും 15-0-15 റെഗുലേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇവിടെ നമുക്കൊരു വോളിയം കൺട്രോളിന് വേണ്ടി ഒരു ഭാഗം വിട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ സബ്ബൂഫറിൻ്റെ ഔട്ടിന് വേണ്ടിയിട്ട് നമുക്കൊരു ഭാഗം വിട്ടിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് അതിൽ നിന്നൊരു വോളിയം കൺട്രോൾ 3 വയർ സോൾഡറിങ് ചെയ്ത് നമുക്കൊരു വോളിയം കൺട്രോൾ കൊടുക്കാം. പിന്നെ ഈ ഒരു ഭാഗത്തു നിന്നാണ് സബ്ബൂഫറിൻ്റെ ഔട്ട് എടുക്കാനുള്ളത്. പിന്നെ വരുന്നത് ഇവിടെയാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് ഉള്ളത്. ഇവിടെ നിന്നാണ്. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ ഗ്രൗണ്ട്, അങ്ങനെയാണ് കൊടുക്കുക. ആ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇത് മാറാതെ തന്നെ കൊടുക്കണം. DC ആണ് കൊടുക്കാനുള്ളത്. ±15 15 നമുക്കിവിടെ കൊടുക്കാനായിട്ടുള്ളത്. ഓഡിയോ സിഗ്നൽ കൊടുക്കേണ്ടത് ഇവിടെയാണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, പിന്നെ ഗ്രൗണ്ട് കൊടുക്കേണ്ടത് ഈ ഒരു ഭാഗത്തേക്കാണ്. കൂടാതെ തന്നെ നമുക്ക് ഫിൽറ്റർ ചെയ്തതോ അല്ലെങ്കിൽ ഫിൽറ്റർ അതായത് ബാസ്റ്റബിളിൽ നിന്നും വരുന്നതോ ഇനി അല്ലെന്നുണ്ടെങ്കിൽ റിമോട്ട് കിറ്റിൽ നിന്നോ വരുന്നതോ ഒക്കെ ആയിട്ടുള്ള സിഗ്നൽ വേണം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കൊടുക്കാനായിട്ടുള്ളത്. ആ ഭാഗത്ത് കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ റെഗുലേറ്റഡ് പവർ സപ്ലൈ ഒരു 15-0-15 അതിന് കൂടുതൽ കൊടുക്കരുത്. കാര്യം അതിന് കൂടുതൽ കൊടുക്കാനായിട്ടുള്ള സർക്യൂട്ട് അവർ ഇതിനകത്ത് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 15-0-15 തന്നെ റെഗുലേറ്റ് ചെയ്തത് കൊടുക്കുക, അല്ലെങ്കിൽ 12-0-12 കൊടുക്കുക. വളരെ കൃത്യമായിട്ട് ഇത് വർക്കാവും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ഓപ്പാമ്പ് IC ആണ് ഇതിനകത്ത് അവർ ഈ സർക്യൂട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് വളരെ പഴയ ഒരു സർക്യൂട്ടാണ്. പണ്ട് ഒരു 10-20 വർഷം മുമ്പേ തന്നെ ഇവർ ഈ സർക്യൂട്ട് ചെയ്തതാണ്. ഹൈടെക്, AB ഇലക്ട്രോണിക്സ്, അവർ രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്നിട്ട് ഇറക്കിയൊരു, ഹൈടെക്കും AB ഇലക്ട്രോണിക്സും തമ്മിൽ ഇതായിട്ട് ഇറക്കിയൊരു ബോർഡാണ് ഈ ഒരു ബോർഡ്. രണ്ടും ഒന്ന് തന്നെയാണ്. അവർ രണ്ടുപേരെന്ന് പറയാനില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അവരുടെ ബോർഡുകളെല്ലാം കേരളത്തിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ബോർഡുകൾ തന്നെയാണ്. പിന്നെ ഇവിടെ 2 പ്രീസെറ്റുകൾ കാണുന്നുണ്ട്. ആ പ്രീസെറ്റുകൾ നമ്മുടെ സ്റ്റീരിയോ ഇൻപുട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 2 പ്രീസെറ്റുകളാണ് വരുന്നത്. പിന്നെ ഉള്ളത് ഒരു ബാസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്, ഔട്ട്പുട്ടിലൊരു ബാസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രീസെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ബാസ് ഔട്ട്പുട്ട് ഗെയിൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രീസെറ്റാണത്. നല്ല ക്വാളിറ്റിയുള്ള സോൾഡറിങ് മാസ്കും നല്ല ക്വാളിറ്റിയുള്ള PCB ആണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ് എപ്പോക്സി തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ബാക്ക് സൈഡിൽ കുറച്ച് SMD കമ്പോണൻസ് ആക്കിയിട്ടുണ്ട്. കാര്യം സർക്യൂട്ട് കോപ്പി പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം. നല്ല സർക്യൂട്ട് തന്നെയാണ്. നല്ല ക്വാളിറ്റിയുള്ള നല്ല ലോ പഞ്ച് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. സബ്ബൂഫർ, എല്ലാ സബ്ബൂഫറിനും എല്ലാ ആംപ്ലിഫയർ ബോർഡിനും ഒരുമാതിരിപ്പെട്ട എല്ലാത്തിനും മാച്ചായി പോകുന്ന രീതിയിലുള്ള സബ്ബൂഫർ ബോർഡ് തന്നെയാണ് ഈ ഒരു സബ്ബൂഫർ ഫിൽറ്റർ ബോർഡ്. കൂടാതെ തന്നെ ഇവരുടെ മോസ്ഫെറ്റ് ബോർഡുണ്ട്. ഞാൻ ഇന്നലെ റിവ്യൂ ചെയ്തിരുന്ന ബോർഡ്, കാണാത്തവർക്ക് പോയി കാണാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവരുടെ ആ ഒരു മോസ്ഫെറ്റ് ബോർഡിന് ഇത് പക്കാ മാച്ചിങ് ആണ്. നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യും. നല്ല പെർഫോമൻസും ചെയ്യുന്ന ഒരു സബ്ബൂഫർ ഫിൽറ്റർ തന്നെയാണിത്. ഇലക്ട്രോൺ കപ്പാസിറ്റേഴ്സും പിന്നെ വാട്ട്സിൻ്റെ റെസിസ്റ്റേഴ്സും 1% റെസിസ്റ്റേഴ്സും MFR ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഈ ഒരു സബ്ബൂഫറിൻ്റെ വർക്കിങ്ങിന് ഗുണം ചെയ്യും. കാര്യം നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് ആണ് ഇവിടെ അവർ യൂസ് ചെയ്തിട്ട്. വളരെ കുറച്ച് കമ്പോണൻസ് മാത്രമാണ് ഈ ഒരു സബ്ബൂഫറിൻ്റെ ഫിൽറ്ററിൽ വരുന്നത്. ഇതിൻ്റെ ഒരു പ്രൈസ് ഒരു 300 രൂപയ്ക്കകത്താണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് കൊറിയറായിട്ടും ഇത് അവർ അയച്ചു ചെയ്യും. നിങ്ങൾക്ക് ഈ ഒരു സബ്ബൂഫറിൻ്റെ ഫിൽറ്റർ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. വിളിക്കരുത്. വിളിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാര്യം അവർ വർക്ക് ബിസി ആയിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ല എന്ന് വരും. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് റിപ്ലൈ തരും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സബ്ബൂഫർ ഫിൽറ്ററാണ് ഇത്. അപ്പം കുറച്ച് ആൾക്കാർ സബ്ബൂഫർ ഫിൽറ്റർ പരിചയപ്പെടുത്തുമോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള സബ്ബൂഫർ ഫിൽറ്റർ തന്നെയാണിത്.
ഓക്കെ ഗെയ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയും തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ആംപ്ലിഫയർ ആയിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സുമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, DIY ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. കൂടാതെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വർക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിലും ആഡ് ആവാവുന്നതാണ്. കൂടാതെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ചേരണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ അവർ നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് ഉത്തരം തരുന്നതാണ്. അതിനകത്ത് നിങ്ങളെ വർക്ക് മറ്റുള്ള ആൾക്കാർക്ക് പ്രദർശിപ്പിക്കുന്നതിനും ആ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.